ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എഫ് പോരാട്ടത്തിൽ ആരാധകരെ ആവേശത്തിന്റെ മുൾമുനയിൽ നിർത്തിയ ഒരു ക്ലാസിക് മത്സരമാണ് അവസാനിച്ചിരിക്കുന്നത്. നെതർലൻഡ്സിനെ 2 തവണ പിന്നിൽ പോയ ശേഷം ജപ്പാൻ 2-2 എന്ന സ്കോറിൽ സമനിലയിൽ തളച്ചു. വിർജിൽ വാൻഡൈക്കും ക്രിസൻസിയോ സമർവില്ലയും ഡച്ചുകാർക്കായി ഗോളുകൾ നേടിയപ്പോൾ തങ്ങളുടെ വിട്ടുകൊടുക്കാത്ത പോരാട്ട വീര്യത്തിലൂടെ അവസാന നിമിഷത്തിൽ ജപ്പാൻ പോയിന്റ് പിടിച്ചെടുക്കുകയായിരുന്നു. ആദ്യ പകുതിയിൽ ഇരു ടീമുകളും പ്രതിരോധത്തിന് ഊന്നൽ നൽകിയതോടെ കാര്യമായ അവസരങ്ങൾ പിറന്നിരുന്നില്ല. എന്നാൽ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ 51 മിനിറ്റിൽ നെതർലൻഡ്സ് മത്സരത്തിൽ ലീഡെടുത്തു. ലിവർപൂൾ താരം ഗ്രാവൻബ്രച്ചിന്റെ മനോഹരമായ ക്രോസിൽ നിന്ന് മാർക്ക് ചെയ്യപ്പെടാതിരുന്ന ഡച്ച് നായകൻ വിർജിൽ വാൻഡൈക്ക് ഒരു തകർപ്പൻ ഹെഡറിലൂടെ പന്ത് വലയിലെത്തിച്ചു. എന്നാൽ ഗോൾ വഴങ്ങിയതോടെ ജപ്പാൻ ആക്രമണം ശക്തമാക്കുകയും 57 മിനിറ്റിൽ നക്കാമുറയുടെ ഗോളിൽ മത്സരത്തിൽ തിരിച്ചുവരികയും ചെയ്തു. 64 മിനിറ്റിൽ നെതർലൻഡ്സ് വീണ്ടും മുന്നിലെത്തി. വലതുവിങ്ങിൽ നിന്ന് പന്തുമായി ബോക്സിലേക്ക് കട്ടിൻ ചെയ്ത ക്രിസൻസിയോ സമർവില്ലെ തന്റെ ഇടംകാലുകൊണ്ട് തൊടുത്ത പവർഫുൾ ഷോട്ട് ജപ്പാൻ ഗോൾ കീപ്പർ സുസുക്കിയെ മറികടന്ന് പോസ്റ്റിലിടിച്ച് വലയിൽ കയറി. വീണ്ടും പിന്നിലായതോടെ ജപ്പാൻ കോച്ച് ഹാജിമെ മൊറിയാസു ഒന്നിച്ച് 5 സബ്സ്റ്റിറ്റ്യൂഷനുകൾ വരുത്തി കളി പൂർണ്ണമായും ആക്രമണത്തിലേക്ക് മാറ്റി. ഈ നീക്കമാണ് കളിയിലെ ടേണിംഗ് പോയിന്റ് ആയത്. തുടർച്ചയായ ആക്രമണങ്ങൾക്കൊടുവിൽ 88 മിനിറ്റിൽ ജപ്പാൻ കാത്തിരുന്ന സമനില ഗോളെത്തി. പകരക്കാരനായി ഇറങ്ങിയ ജുനിയോ ഇതോ എടുത്ത കോർണർ കിക്കിൽ മറ്റൊരു പകരക്കാരനായ കോക്കി ഒഗാവ ഉയർന്നു ചാടി ഹെഡ് ചെയ്തു. ഈ പന്ത് ഡായിച്ചി കമാഡയുടെ ശരീരത്തിൽ തട്ടി ഡച്ച് ഗോൾ കീപ്പർ വെർബ്രൂഗനെ കാഴ്ചക്കാരനാക്കി വലയിൽ തുളച്ചു കയറി. അവസാന നിമിഷങ്ങളിൽ നെതർലൻഡ്സിനെ സമനിലയിൽ പൂട്ടാൻ കഴിഞ്ഞത് ജപ്പാന് വരും മത്സരങ്ങളിൽ വലിയ ആത്മവിശ്വാസം നൽകും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.